ഷൂസിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഡെക്കറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഇത്തിരി ലീവൊക്കെ കിട്ടുമ്പോൾ ഉറങ്ങാണോ ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൂ ഉറങ്ങും ചെയ്യും ഇതും ചെയ്യും അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാൻ കളറായിട്ടുള്ള ഇലകളുണ്ടല്ലോ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം നന്നായി കണ്ടോ ഞാൻ ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ ഇങ്ങനെ ട്രേസുകൾ കിട്ടില്ലേ അതൊക്കെ ഇങ്ങനെ ഇതേപോലെ ട്രേ പോലെ വെച്ചിട്ട് അപ്പോൾ ഈ ചെടികൾക്ക് കുഴപ്പമില്ലല്ലോ ഇത് കുറച്ച് ഇങ്ങനെ കളറടിക്കാറായിട്ടുണ്ട് കാവി പോലെ അടിക്കാറായിട്ടുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ ഒന്ന് ഡീസൻ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഇതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഈ ചെറിയ ചെറിയ കുപ്പികളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് അതിലൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതാണ് എൻ്റെ പണി അപ്പോൾ ഇതാ ഇവിടെ നോക്കി ഇപ്പോൾ ഞാനിത് ഇങ്ങനെയാക്കി അപ്പോൾ കാണാൻ ഒക്കെ നല്ല ഭംഗിയില്ലേ ഇപ്പോൾ അതിൻ്റെ ആ യെല്ലോ ലീവ്സ് വരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കൂടുമ്പോഴേ വെള്ളം മാറ്റുള്ളൂ എപ്പോഴും വെള്ളം മാറ്റില്ല കുറച്ച് നാൾ കൂടുമ്പോൾ അങ്ങനെ അഴുക്കായി എന്നൊക്കെ തോന്നുമ്പോഴും വേരൊക്കെ ഒന്ന് ഇതായി എന്ന് തോന്നുമ്പോൾ മാത്രം ഒന്ന് വെള്ളം മാറ്റും ഇത് എൻ്റെ താഴെയുള്ള മോൻ്റെ കുഞ്ഞിലെ ഷൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കളഞ്ഞില്ല എന്തുകൊണ്ടോ എനിക്കങ്ങനെ കളയാനും തോന്നിയില്ല യൂസ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോൾ വലിയ ചക്കനായി അപ്പോൾ ഞാനതിലിങ്ങനെ കളയാതെ തന്നെ ഈ ചെടി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കും അത് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ എനിക്കിത് കളയാൻ തോന്നാത്ത കാരണമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഷൂവിലാണോ നിങ്ങൾ ചെടി വെക്കുന്നത് എന്ന് ചോദിക്കാം ഇപ്പോൾ വെള്ളം മാറ്റണ്ട മണ്ണൊന്നും നിറയ്ക്കണ്ട അതുകൊണ്ട് ഈ ഷൂ നാശാവില്ല അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയണത് ഇത് എനിക്ക് എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വിയറ്റ്നാമിൽ പോയപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ചോക്ലേറ്റ്സ് ചില്ലിയൊക്കെ ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ഇതിലായിരുന്നു നല്ല ജിഞ്ചർ അതിൻ്റെ ഫ്ലേവർ അതുണ്ട് അതിൽ ജിഞ്ചറൊക്കെ ഉണ്ട് അങ്ങനത്തെ എല്ലാ സിന്നമൺ അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് പിന്നെ ഇത് എൻ്റെ സിസ്റ്റർ മോൻ്റെ കുഞ്ഞിതായിരുന്നപ്പോൾ ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് അതൊക്കെ പിന്നെ ഇത് എൻ്റെ മക്കൾ ഇതൊക്കെ ചെറുപ്പത്തിലേ കേട്ടോ ഇത് സിസ്റ്ററിൻ്റെ മോള് തന്ന ഗിഫ്റ്റൊക്കെയാണ് പിന്നെ അതാ ഇപ്പോഴാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ അതാ ഇങ്ങനെയാണ് കണ്ടോ ഇവരൊക്കെ ഇങ്ങനെ ഇതാക്കി ഇപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു നോക്കിയതെല്ലാവരും കണ്ടോ ഈ ഒരു ഏരിയ അതേമാതിരി ഇതൊക്കെ അവരുടെ കാർസുകളാണ് ഇത് കളയാൻ തോന്നിയിട്ടില്ല കാരണം ഇവർ വലിയ പിള്ളേരായപ്പോൾ അവരുടെ രീതികൾ തന്നെ മാറുമല്ലോ നമുക്കത് പിന്നെ ആ കുട്ടിക്കാലം നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതിങ്ങനെ തുടച്ചൊക്കെ എടുത്ത് വയ്ക്കും പിന്നെയുള്ളത് ഇതിൽ ഞാൻ കുറച്ച് അക്വാട്ടിക് ഇതുകളൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് ബാമ്പു ഇറക്കി വെച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതുമാതിരി ഇത് നമുക്ക് അറിയാമല്ലോ ഇൻഡോർ പ്ലാന്റ് ഇതൊരു തട്ടാണ് കേട്ടോ ഒരു ബ്രാസിൻ്റെ തട്ട് തന്നെയാണ് ഇതിൽ ഞാൻ കർപ്പൂരം അതായത് ഈ കണ്ടോ ഈ ഒരു ചന്ത പറയുന്നത് മെഴുകുതിരി അത് കത്തിച്ചിട്ട് ഇവിടെ കർപ്പൂരം ഇടും അപ്പം നല്ല മണമായിരിക്കും പിന്നെ അതായത് പിന്നെന്താ വയ്ക്കാറുള്ളത് യെസ് ഐ ഗോട്ട് ഇറ്റ് ഇതാ ഇങ്ങനൊരു ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ആകെ കശപുശാന്ന് ഉടഞ്ഞ് കണ്ടില്ലേ എല്ലാം ഇളകിയ പല്ല് പോലെ ഇരിക്കണം അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ഇത് സെക്കൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബ്രാസ് കോർണർ എന്ന് പറയാം നമുക്ക് ഞാനിത് തൂക്കിയിട്ടില്ല കേട്ടോ വിളക്ക് പിന്നെ ഏറ്റവും അടിയിൽ ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യണ വിളക്കുകളുണ്ടല്ലോ നമ്മൾ പകരക്കാരായിട്ട് വെക്കുന്നവർ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു കോർണർ ഫില്ല് ചെയ്യണം നമ്മൾ ഇങ്ങനൊരു ഇത് വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അതിൽ പൂക്കളില്ല കേട്ടോ വെള്ളമൊഴിച്ച് പൂക്കൾ വയ്ക്കണം അപ്പോൾ കുറച്ചൊരു ഭംഗിയായില്ലേ ഇപ്പോൾ കാണാൻ ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റീവ് പീസസ്സാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പിന്നെ ഇത് എൻ്റെ സിസ്റ്റർ തന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ നാട്ടിൽ പോകുമ്പോൾ ചെറിയ കേട്ടോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന കുട്ടി പീസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ വാഗമണ്ണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ വാഗമണ്ണ് പോയവർക്കറിയാം അവിടെ ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഉണ്ടോ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും പിന്നെ ഇതൊക്കെ ഇത് ഇതുപോലെ ഒരു മോൻ്റെ ഫ്രണ്ട് ബാലി പോയപ്പോൾ കൊണ്ടുവന്ന സോപ്പാണ് കുളിക്കാൻ തന്നത് എനിക്കതൊന്നും ഇങ്ങനെ യൂസ് ചെയ്യാൻ തോന്നാറില്ല ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും ടീപ്പോയി നമ്മളെപ്പോഴും ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാനൊരു സംഭവം അൺബോക്സിങ് ചെയ്യാം അതാണ് എങ്ങനെയുണ്ട് ഇഷ്ടമായത് താഴെ വീണ അത്ര തന്നെ അതിൻ്റെ പണി തീരും ഒരു ന്യൂ
അത് വിരിക്കുക ഇങ്ങനെ നടുക്കായിട്ട്. പിന്നെ നമ്മുടെ ഐറ്റംസ് ഇനിമൽ ഇനി എന്താ ഞാൻ കാണിക്കാൻ പോണത്. ഇപ്പം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കുപ്പികളിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലും ഇങ്ങനെ ഇത്രയൊക്കെ ഇടാം. ഓക്കെ, ഇവർക്ക് ഓരോ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതൊക്കെയാണ് ടൈ കിടക്കണതൊക്കെ. ഇതിങ്ങനെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ചിലതല്ല, എല്ലാം ചിലതൊക്കെ ഇങ്ങനെ അപ്പം ഇത് ഇളകി ഉടയ്ക്കും. ഇല്ല, പൊടിയൊക്കെ ഇങ്ങനെ ഉടയ്ക്കൽ തന്നെയാണ് പണി. എല്ലാം എടുത്ത് തുടയ്ക്കും. ഇന്നിപ്പോൾ ഇങ്ങനെ തുടച്ചിട്ട് ചെയ്യണ്ടോ. കേരള കോർണർ, ഈ രാജാ രവിവർമ്മയുടെ ചിത്രവും പിന്നെ ഞാൻ നേരത്തെ ഒരുക്കിയ കുറച്ച് ഐറ്റംസുകളൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ട്. ഇതിന്ന് എടുക്കണം. ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യാന്നറിയില്ല. ഈ നൂലൊക്കെ കളറ് പോയിയാക്കാം. ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഉണ്ട്. ഇതാണ് കേരള കോർണർ. ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. എന്താ നമ്മളിപ്പോൾ റെഡിയാക്കിയ ലിവിങ് റൂമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച കാനിസ്റ്റേഴ്സ്. ഓക്കെ.